സുഹൃത്തുക്കളെ, ഹായ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇതെൻ്റെ താഴെയുള്ള മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എൻ്റെ മൂത്ത മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതെൻ്റെ ഒരേ ഒരു ഭാര്യ. അപ്പം ഞങ്ങൾ കുറേ വർഷങ്ങളായി പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ കേട്ടിട്ട് പിന്നെ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ 2-3 ദിവസമായിട്ടൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൽ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് 2 ദിവസം ഇങ്ങനെ അപ്ലോഡ് ചെയ്തു. പിന്നെ പുതിയ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇത് ഫസ്റ്റുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ മുന്നോട്ട് പോകും, പറ്റാവുന്ന അത്രയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഡിലേ ആവുന്നത്. പിന്നെ ഇതിൽ എങ്ങനെ എന്ത് പറയണമെന്നൊന്നും അറിയില്ല. പുതിയ ഇതായതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഇതൊന്നും അറിയില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് വീഡിയോ. പിന്നീട് പോരായ്മകൾ പതുക്കെ നികത്തി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വേണ്ട, എൻ്റെ മോള് സ്കൂൾ കഴിഞ്ഞ് വന്നു, മോനും സ്കൂൾ കഴിഞ്ഞ് വന്നു. ഉറക്കം തൂങ്ങാണ്, കണ്ടില്ലേ. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പോകും. ഇവർക്ക് കാലത്ത് 8 മണി മുതൽ 1:30 വരെ അവരുടെ ക്ലാസ്. അപ്പോൾ നേരത്തെ പോകുന്നു, നേരത്തെ വരുന്നു. അത് കഴിഞ്ഞാൽ വന്നിരുന്ന് കുറച്ച് നേരം TV കാണും, കളിക്കും. അവൻ ട്യൂഷന് പോകും. ആയുഷി എന്നാണ് അവളുടെ പേര്. സംസാരിക്കും. എൻ്റെ പേര് ആയുഷി. എവിടെ പഠിക്കുന്നത്? എൻ്റെ ക്ലാസ് 1ാം ക്ലാസ്, ഗുരുവായൂർ. അപ്പോൾ അവൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടെ ഗുരുവായൂരുള്ള സ്കൂളിൽ, ദേവസ്വത്തിൻ്റെ സ്കൂളായിരുന്നു പഠിക്കുന്നത്. മോനും അവിടെ തന്നെ പഠിക്കുന്നത്. അപ്പോൾ മോനെ അവൻ തന്നെ പരിചയപ്പെടുത്തും. എൻ്റെ പേര് ആഗ്നേയ്. അവൻ്റെ പേര് ആഗ്നേയ് എന്നാണ്. വീട്ടിൽ പൊന്നുണ്ണിന്ന് വിളിക്കാതാണ്. അവന് പെട്ടെന്ന് അങ്ങനെ വന്നത്. എൻ്റെ പേര് പ്രസന്ന, ഹൗസ് വൈഫാണ്. കണ്ട, സ്റ്റക്കായി. അത്രയേ ഉള്ളൂ. എല്ലാവരും പകുതിയായി സ്റ്റക്കായി കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം കൊണ്ട് അതിൻ്റേതായ കുറവുകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറവുകളൊക്കെ ഞങ്ങൾ നികത്തും. കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിട്ടാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. തുടക്കക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കണ്ടൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ബാക്കി വീഡിയോസ് പിന്നീട് ഞങ്ങൾ കൂടുതലായി പരിചയപ്പെടുത്താം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടൻറ്റ്. അപ്പോൾ മോള് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നത്, എനിക്ക് ഡാൻസ് കളിക്കുന്നു, എൻ്റെ വീഡിയോ എടുക്കുന്നു എന്നും പറയും. ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ പറയും, അച്ഛാ കുറേ നേരമായി മതി. അപ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ മതിയായി കുട്ടിക്ക്. കണ്ടില്ലേ, ആലോചിച്ചിരിക്കുന്നുണ്ട. മോനും ആലോചിച്ചിരിക്കുകയാണ്, അച്ഛനെന്തൊട്ടൊക്കെയാണ് പറയണമെന്ന് ആലോചിക്കാറുണ്ട്. ബാക്കി കാര്യങ്ങൾ എൻ്റെ ഭാര്യ പറയുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ചെറിയൊരു കുടുംബമാണ്. ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇനിയിപ്പം വരുന്ന വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പറയാം. എങ്ങനെയാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയകളൊന്നുമില്ല. തുടക്കക്കാരാണ് ഞങ്ങൾ. അപ്പം അങ്ങനെ എൻ്റെ ഇളയ മോളാണ് ഇവിടെ, ആയിഷി എന്നാണ് പേര്. അവളുടെ അച്ഛൻ പാറു എന്ന് വിളിക്കും. ബാക്കി ഞങ്ങളെല്ലാവരും കുഞ്ഞാറ്റാന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ സംസാരിക്കുന്നത് ഇതൊക്കെ എത്രത്തോണ്ട് ക്ലിയർ ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ളത് കുറേശ്ശായിട്ടല്ലേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ നിന്നിട്ടുള്ള ഒരു ശീലമില്ല. ഒന്നാമത് അതിന് താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഓരോ നിർബന്ധങ്ങൾ കാരണം കൊണ്ട് വീഡിയോയിൽ വന്നത് ഫസ്റ്റ് തന്നെ. ഇങ്ങനെ ക്യാമറയെ നോക്കി സംസാരിക്കാനൊക്കെ ഒരു മടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പിന്നെ അവരുടെ സന്തോഷങ്ങളല്ലേ നമ്മുടെയും സന്തോഷം. അപ്പോൾ ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഒരു കുറച്ച് ചെറിയൊരു വീഡിയോ, ലോങ് ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. എന്നാലും നമ്മൾ തുടങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടിയ ഒരു വീഡിയോ എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, അങ്ങനെ ബൈ.